അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കൊരു വേണ്ടപ്പെട്ട കുട്ടി ഉണ്ടായിട്ടോ. ഒരിക്കലും ഒരു ദിവസം അവൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞേ, ഇത്ത എന്നെ ആർക്കും വലിയ ഇഷ്ടമല്ല കേട്ടോ, എൻ്റെ കുടുംബത്തിലാണെങ്കിലും ഞാനൊരു വഴക്കാളി പോലെ കേട്ടോ, എല്ലാ കണ്ടതിനും ശരി തെറ്റിനും ഒക്കെ തിരുത്തിക്കൊണ്ട് നടക്കുന്ന ഒരാളാട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, പുള്ളിക്കാരിയുടെ മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നല്ല മിടുക്കാണ്. പുള്ളിക്കാരിയാണോ, ആൾക്കാരിങ്ങനെ ചോദിക്കും, ഇന്ന ആളാണോ, എങ്കിൽ അവളെ ഭാഗത്താണ് തെറ്റ്, ഇന്ന ആളാണോ, അവളെപ്പോഴും വഴക്കാളിയാണ്, അവളെ ഭാഗത്താണ് തെറ്റെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ വന്നിട്ട് എന്നോടൊരു ദിവസം ഇങ്ങനെ കരഞ്ഞ് കെട്ടിപ്പിടിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാട്ടോ എനിക്ക് ഓർമ്മ വന്നത് മോളെ കാണുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കേണ്ടത്, റസൂൽ എന്താണ് ഈമാൻ എന്ന് ചോദിക്കുമ്പോൾ റസൂല് പറയുന്നുണ്ട്, തങ്ങൾ മറുപടി പറയുന്നുണ്ട്, നീ നല്ല കാര്യം ചെയ്യുമ്പോഴേ നിനക്ക് സന്തോഷം തോന്നുന്നുണ്ടോ, നീ മോശം കാര്യം ചെയ്യുമ്പോൾ നിനക്ക് ദുഃഖം തോന്നുന്നുണ്ടോ, എങ്കിൽ അതാട്ടോ ഈമാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നുണ്ട്. അത് തന്നെയാണ് കേട്ടോ എനിക്ക് ഈ മോളോടും പറയാനുള്ളത്. മക്കളെ, നിങ്ങൾ ആരും നിങ്ങളെ കൂടെ ഇല്ലയെന്ന് വിചാരിച്ചു, ചിലപ്പോൾ ഉമ്മയാവാം, കൂടെപ്പിറപ്പിങ്ങളാവാം, ആരും ആയിക്കോളട്ടെ, ഏറ്റവും പ്രിയപ്പെട്ടവരായിക്കോട്ടെ, പക്ഷെ ആരും നിങ്ങളെ കൂടെ ഇല്ല നന്മ ചെയ്തതിൻ്റെ പേരിൽ കേട്ടോ. ആരും നിങ്ങളെ കൂടെ ഇല്ലെങ്കിലല്ലേ നിങ്ങൾക്ക് ഒരു ചുക്കും പേടിക്കണ്ട കേട്ടോ. ഈ രാജാതിരാജനായ അള്ളാഹു കൂടെയുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ഹക്ക് കേട്ടോ. ഹക്ക് എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യത്തിൻ്റെ കൂടെ നമ്മൾ ആരും ഇല്ലെങ്കിലും നമ്മുടെ കൂടെ ഏറ്റവും വലിയ ശക്തിയായ അള്ളാഹു ഉണ്ടാവും കേട്ടോ. ഇന്ന് നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്, നമ്മുടെ ഭാഗത്ത് തെറ്റാന്ന് വിചാരിച്ചോളൂ. ആരുണ്ടായിട്ട് എന്താ കാര്യം? അതുതന്നെയാട്ടോ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. നമ്മൾ ഏത് നേരം ഭയങ്കര ഓത്തും വെയ്ത്തും ഇബാദത്തും ഒക്കെ ആയിട്ട് നടന്നിട്ടൊരു കാര്യമില്ല കേട്ടോ. നമ്മൾ ചെയ്യണ ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾ വിജയിച്ചു കേട്ടോ. അതല്ല, ഒരുപാട് മുതലും സ്വത്തും 4 നേരം ഫുഡും ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ലേ, എങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കണേ നിങ്ങളെ പ്രവൃത്തിയിൽ. ആരുടെയൊക്കെയോ കണ്ണുനീര് നിങ്ങളുടെ കൽബിലേക്ക് നീറി ഒരു കനൽക്കട്ട പോലെ വരുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ, നിങ്ങളോടും എന്നോടും തന്നെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ, സബ്സ്ക്രൈബ് ചെയ്യാനും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.